കഥ തുടങ്ങുന്നത് ഒരു ബാത്റൂം സീനോടെയാണ്. ഒരു യുവതി കുളിച്ച് പുറത്തേക്ക് വരുന്നു. പക്ഷെ പുറത്തേക്ക് വന്ന നിമിഷം അവൾ ഞെട്ടിപ്പോകുന്നു. കാരണം അവളുടെ മുന്നിൽ ചില ആളുകൾ നിൽക്കുകയായിരുന്നു, മുഖത്ത് ഭീകരമായ മാസ്കുകൾ ധരിച്ച്. അവരെ കണ്ട ഉടനെ അവൾ ഭയന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവിടെ തന്നെ സീൻ കട്ടാകുന്നു. ആരാണിവർ? എന്തിനാണ് അവർ അവളുടെ പിന്നാലെ വന്നത്? അവൾക്ക് എന്തു സംഭവിച്ചു? ഇതെല്ലാം അറിയാൻ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയിലെ നായിക ഫർഹാന ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട യുവതി. വിവാഹിതയായ അവൾ ഭർത്താവിനും 3 കുട്ടികൾക്കും ഒപ്പമാണ് ജീവിക്കുന്നത്. 2 കുട്ടികൾ സ്കൂളിൽ പോകാൻ പ്രായമായവരാണ്. ഒരാൾ ഇപ്പോഴും കുഞ്ഞാണ്. ഫർഹാനയുടെ അച്ഛന് ഒരു ചെരുപ്പ് കടയുണ്ട്. അവിടെ തന്നെയാണ് ഭർത്താവായ കരീമും ജോലി ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ കടയുടെ അവസ്ഥ മോശമാണ്. ഒരു കാലത്ത് ആ കട വളരെ നന്നായി പോയിരുന്നു. അതുകൊണ്ടാണ് ഫർഹാനയുടെ അച്ഛൻ തന്റെ 3 പെൺമക്കളുടെയും വിവാഹം നടത്തിയത്. കരീം വളരെ സരസനും നല്ല മനസ്സുള്ള ആളുമായിരുന്നു. പക്ഷെ അവന്റെ വരുമാനം കുട്ടികളുടെ പഠന ചെലവിനു പോലും മതിയാവുമായിരുന്നില്ല. വീട്ടിലെ അവസ്ഥ കണ്ട ഫർഹാന താൻ കൂടി ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവളുടെ അച്ഛൻ ഒരു പഴയ ചിന്താഗതിക്കാരനായിരുന്നു. വീട്ടിലെ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ഫർഹാനയ്ക്ക് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ ലാൻഡ് ലൈൻ ഫോണിലേക്ക് വരുന്ന കോൾ പോലും എടുക്കാൻ അവൾക്ക് അനുവാദമില്ല. അവസാനം വീട്ടു ചെലവുകൾ നടത്താൻ അയൽവാസിയിൽ നിന്നും കടം വാങ്ങേണ്ട അവസ്ഥ വരുന്നു. ഒരു ദിവസം കരീമിനൊപ്പം ഒരു ക്രിസ്ത്യൻ വിവാഹത്തിന് പോകുന്ന ഫർഹാന അവിടെയുള്ള ആളുകളുടെ ജീവിതം കണ്ടപ്പോൾ ചിന്തിക്കുന്നു, എന്റെ ജീവിതം എപ്പോഴാകും ഇങ്ങനെ സന്തോഷകരമാകുന്നത്? അവിടെയാണ് അവൾ തന്റെ പഴയ സുഹൃത്തായ നൃത്യയെ കാണുന്നത്. സംസാരത്തിനിടയിൽ ഫർഹാനയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ നൃത്യ തന്റെ കമ്പനിയിൽ ഇന്റർവ്യൂ നടക്കുന്ന കാര്യം പറയുന്നു. അടുത്ത ദിവസം കരീം അവളെ ഇന്റർവ്യൂവിന് കൊണ്ടുപോകുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തു വന്ന ഫർഹാന സന്തോഷത്തോടുകൂടി പറയുന്നു, എനിക്ക് ജോലി കിട്ടി. കരീമിന് അതിൽ വലിയ സന്തോഷമില്ലെങ്കിലും ഒന്നും പറയാനാവില്ല. കാരണം ഫർഹാന ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് എന്നത് അവനും അറിയാമായിരുന്നു. ജോലി കിട്ടിയ സന്തോഷത്തിൽ ഫർഹാന ഒരു പുതിയ പേഴ്സ് വാങ്ങുന്നുണ്ട്. അടുത്ത ദിവസം ജോലിക്കായി തയ്യാറാകുമ്പോൾ അവിടെ അച്ഛന് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കരീം അവൾക്കായി ഒരു പുതിയ ചെരുപ്പ് വാങ്ങിക്കൊടുക്കുകയും അത് കാൽക്കലിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫർഹാന ആദ്യമായി ജോലിക്കായി ഓഫീസിലേക്ക് പോകുന്നു. ക്രെഡിറ്റ് കാർഡ് സെയിൽസ് സെന്റർ ആയിരുന്നു. ആദ്യ ദിവസം വളരെ പേടിയോടെയാണ് ഫർഹാന കസ്റ്റമറിനോട് സംസാരിക്കുന്നത്. പക്ഷേ അത്ഭുതകരമായി അവൾ തന്റെ ആദ്യ ക്രെഡിറ്റ് കാർഡ് തന്നെ വിറ്റഴിക്കുന്നു. പതിയെ പതിയെ ഫർഹാന ആ ജോലിയിൽ മികച്ചവളാകുന്നു. ഈ ജോലി അവൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. ശമ്പളവും ഇൻസെന്റീവും ചേർന്ന് വീട്ടുചെലവുകൾ സുഖമായി നടക്കാൻ തുടങ്ങുന്നു. പക്ഷേ അതേ ഓഫീസിന്റെ മുകളിലെ ഫ്ലോറിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ കാറിൽ വരുന്നു, ഐഫോൺ ഉപയോഗിക്കുന്നു, വലിയ ഇൻസെന്റീവ് നേടുന്നു. ഇതെല്ലാം കണ്ട ഫർഹാനയ്ക്കും അവിടെ ജോലി ചെയ്യണമെന്ന ആഗ്രഹം തോന്നുന്നു. അവൾ നൃത്യയോട് പറയുന്നു, എനിക്കും അവിടെ ഒരു ജോലി വാങ്ങിത്തരാമോ? പക്ഷെ നൃത്യ മറുപടി പറയുന്നു, നിനക്കിപ്പോഴുള്ള ജോലി തന്നെയാണ് നല്ലത്. ഞങ്ങളുടെ ജോലി നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരു ദിവസം ഫർഹാനയുടെ കുഞ്ഞിന് ഗുരുതരമായ ഒരു ശ്വാസപ്രശ്നം ഉണ്ടാകുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു, കുഞ്ഞിന്റെ ശ്വാസകോശത്തിന് പ്രശ്നമുണ്ട്, സർജറി ഉടൻ വേണം. വലിയ ചിലവുള്ള ആ സർജറിക്കായി അവൾ വീണ്ടും ലോൺ എടുക്കുന്നു. ഇപ്പോൾ ആ കടവും വീട്ടുചെലവും എല്ലാം കൂടി ഫർഹാനയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. അവസാനം അവൾ വീണ്ടും നൃത്യയോട് സഹായം ചോദിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ നൃത്യ അവളെ തന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെ കിട്ടിയ ജോലി ഫർഹാനയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. ഫർഹാനയെ പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ ഓഫീസ് ജോലിയല്ലെന്ന്. അതൊരു ഓൺലൈൻ കോളിംഗ് ആൻഡ് ചാറ്റ് സർവീസ് ആയിരുന്നു. അവിടെ വരുന്ന പുരുഷന്മാർ സ്വന്തം ജീവിതത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പെൺകുട്ടികളോട് ഫോണിലൂടെ സംസാരിക്കും. പലരും അശ്ലീലമായി സംസാരിക്കും. കൂടുതൽ നേരം സംസാരിപ്പിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ പണം ലഭിക്കും. നൃത്യ ഫർഹാനയോട് ഒരു കാര്യം കർശനമായി പറയുന്നു, ഇവിടെ നിന്റെ യഥാർത്ഥ പേര് ഒരിക്കലും പറയാൻ പാടില്ല. അവിടെ വിവേക് എന്ന ഒരാളുണ്ടായിരുന്നു. അവന്റെ ജോലി എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്ത് പരിശോധിക്കലായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഫർഹാനയ്ക്ക് വളരെ അസ്വസ്ഥത തോന്നുന്നു. ആദ്യ ദിവസം തന്നെ ചില കസ്റ്റമർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് വെറുപ്പ് തോന്നി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പോലും എല്ലാവരും തന്നെ തെറ്റായി നോക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അതിനാൽ അവൾ തീരുമാനിക്കുന്നു, എനിക്ക് പഴയ ജോലി മതി. ഫർഹാനയുടെ വിഷമം കണ്ട കരീം ചോദിക്കുന്നു, എന്താ പ്രശ്നം? അവൾ പറയുന്നു, ഇന്നൊരാൾ എന്നോട് വളരെ മോശമായി സംസാരിച്ചു. അത് കേട്ട് കരീം ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ദിവസവും കടയിലെ ആളുകൾക്ക് ചെരുപ്പിടിച്ചു കൊടുക്കുന്നില്ലേ? അതെന്റെ ജോലി മാത്രമാണ്. പുറത്തു വന്ന് ഞാൻ ആരോടെങ്കിലും അങ്ങനെ പെരുമാറുന്നുണ്ടോ? അത്ര മാത്രമേ ഉള്ളൂ. കരീമിന്റെ വാക്കുകൾ ഫർഹാനയ്ക്ക് ചെറിയൊരു ധൈര്യം നൽകുന്നു. അങ്ങനെ അവൾ വീണ്ടും ആ ജോലിയിലേക്ക് മടങ്ങുന്നു. എന്തിനാണ് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത്? അവൾ നൃത്യയോട് ചോദിക്കുന്നു. നൃത്യ മറുപടി പറയുന്നു, ചിലർക്ക് സ്വന്തം ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ പറയാൻ കഴിയുന്നുവല്ലോ. അതുകൊണ്ടവർ പുറത്തുപോയി തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെയിരിക്കും.
അങ്ങനെ ഫർഹാന പതിയെ പതിയെ ആ ജോലിയിൽ ഇണങ്ങി തുടങ്ങുന്നു. പക്ഷെ അവൾക്ക് ഇപ്പോഴും ഒരു ക്ലയന്റിനോട് തുറന്നു സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു ദിവസം ഒരു കോൾ വരുന്നത്. മറ്റുള്ളവരെ പോലെ മോശമായി സംസാരിക്കാതെ വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരാൾ. അവന്റെ പേര് ഡെല്ലൻ. നിയമപ്രകാരം ഫർഹാന തന്റെ പേര് ഇഷ എന്നാണ് പറയുന്നത്. അങ്ങനെ ഡെല്ലനും ഫർഹാനയും ദിവസവും മണിക്കൂറുകളോളം സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ സംഭാഷണങ്ങൾ ഫർഹാനയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നു. ഇപ്പോൾ ഓഫീസിൽ അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് സോഫിയ മാത്രമാണ്. ഒരു ദിവസം ഫർഹാന ഡെല്ലനോട് പറയുന്നു, ഞാൻ ഈ ജോലി ഉടൻ നിർത്താൻ പോവുകയാണ്. എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല. അത് കേട്ട് ഡെല്ലൻ പറയുന്നു, ഇഷ അങ്ങനെ ചെയ്യരുത്. നിന്നോട് സംസാരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മൾക്കിടയിൽ എന്തോ ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഈ വാക്കുകൾ ഫർഹാനയെ സ്പർശിക്കുന്നു. അവൾ ജോലി തുടരാൻ തീരുമാനിക്കുന്നു. പതിയെ പതിയെ ഡെല്ലൻ ഫർഹാന മുസ്ലിമാണെന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്ത് ഫർഹാനയ്ക്കും അവനിൽ വിശ്വാസം തോന്നിയിരുന്നു. ഒരു ദിവസം റമദാൻ സമയത്ത് ഡെല്ലൻ ചോദിക്കുന്നു, നോമ്പ് നോക്കിക്കൊണ്ട് നീ എങ്ങനെ ഇത്ര നേരം സംസാരിക്കുന്നു? അവൻ അവൾക്ക് വിശ്രമിക്കാനായി സംഗീതം കേൾപ്പിക്കുന്നു. ശേഷം പറയുന്നു, നിനക്ക് ഒരു ഗിഫ്റ്റ് തരണം. ഫർഹാന ചിരിച്ചുകൊണ്ട് പറയുന്നു, അതെനിക്ക് തരേണ്ട, ഒരു ഭിക്ഷക്കാരന് കൊടുക്കൂ. അടുത്ത ദിവസം മെട്രോ സ്റ്റേഷനിലെത്തിയ ഫർഹാന ഒരു ഭിക്ഷക്കാരന്റെ കയ്യിൽ ഈഷ എന്നു പേരുള്ള ഒരു പാക്കറ്റ് കാണുന്നു. അത് ഡെല്ലൻ തന്നതാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. പാക്കറ്റ് തുറന്നപ്പോൾ അകത്തൊരു സംഗീതോപകരണം. അത് കണ്ട ഫർഹാനയുടെ മുഖം സന്തോഷം കൊണ്ട് നിറയുന്നു. പക്ഷെ അടുത്ത ദിവസം മുതൽ ഡെല്ലന്റെ കോൾ വരുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും അവന്റെ ഒരു വിവരവുമില്ല. അവൾ വിഷമത്തിലാകുന്നു. അതേസമയം പത്രത്തിലൊരു വാർത്ത കാണുന്നു. ഒരു സംഗീതജ്ഞൻ അപകടത്തിൽ മരിച്ചു. അതോടൊപ്പം അയാൾ ഒരു ഓൺലൈൻ ബന്ധത്തിലുണ്ടായിരുന്നു എന്നും വാർത്തയിൽ പറയുന്നു. ഇത് വായിച്ച ഫർഹാന ഭയക്കുന്നു. ഡെല്ലന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അവൾ നൃത്തയോട് ഇത് പങ്കുവെക്കുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഡെല്ലന്റെ കോൾ വരുന്നത്. ഫോൺ തകരാറിലായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്, അവൻ പറയുന്നു. അത് കേട്ട് ഫർഹാനയ്ക്ക് ആശ്വാസമാകുന്നു. അവൾ പറഞ്ഞു, ജീവിതം വളരെ ചെറുതാണ്, ആർക്കും എന്തും സംഭവിക്കാം. അതുകൊണ്ട് എനിക്ക് നിന്നെ ഒരിക്കൽ നേരിൽ കാണണം. അപ്പോൾ ആദ്യമായി ഡെല്ലൻ തന്റെ യഥാർത്ഥ പേര് പറയുന്നു. അവർ അങ്ങനെ ഈദിന്റെ ദിവസം കാണാമെന്ന് തീരുമാനിക്കുന്നു. ഫർഹാന പറഞ്ഞു, ഞാൻ നിനക്കായി ബിരിയാണി കൊണ്ടുവരാം. പക്ഷെ അവർക്കറിയില്ലായിരുന്നു ആ ഒരു കൂടിക്കാഴ്ച അവരുടെ ജീവിതം തകർക്കാൻ പോവുകയാണെന്ന്. ഇതെല്ലാം വിവേക് കൃത്യമായി ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു. ഈദിന്റെ ദിവസം വീട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് പോകുവാനുള്ള തിരക്കിലായിരുന്നു. ആ സമയത്ത് ഫർഹാന ചെറിയ അസുഖമുണ്ടെന്ന് നടിച്ച് വീട്ടിൽ തന്നെ നിൽക്കുന്നു. എല്ലാവരും പോയതിനു ശേഷം അവളൊരു ടിഫിനിൽ ബിരിയാണി പാക്ക് ചെയ്ത് ഡെല്ലനെ കാണാൻ പുറപ്പെടുന്നു. പക്ഷെ അവൾ അറിയാതെ കരീം അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അയാൾക്ക് അവളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഫർഹാന മെട്രോ സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ വിവേകും ഉണ്ടായിരുന്നു. കാരണം ഫർഹാനയെ ഇത്രയേറെ സ്വാധീനിച്ച ആൾ ആരാണെന്ന് അവനും അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഫർഹാനയ്ക്ക് നൃത്തയുടെ കോൾ വരുന്നത്. അവൾ പറഞ്ഞ വാർത്ത കേട്ട് ഫർഹാന പേടിച്ചു. സോഫിയ മരിച്ചു. കസ്റ്റമറെ നേരിൽ കാണുന്ന പതിവുണ്ടായിരുന്ന സോഫിയയെ ഒരാൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവിടെ മറ്റു ചിലരും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായ തർക്കത്തിനിടെ അബദ്ധത്തിൽ കഴുത്തിൽ കുത്തേറ്റാണ് സോഫിയ മരിച്ചത്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച മാസ്ക് ധരിച്ച ആളുകളുടെ സീൻ, അത് സോഫിയയുടെ മരണമായിരുന്നു. ഇത് കേട്ട് ഫർഹാന ഭയന്നു പോകുന്നു. എനിക്കും ഇതേ അവസ്ഥ വന്നേനെ. അവൾ അപ്പോൾ തന്നെ അവിടുന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നു. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അവളെ കാത്തിരുന്നത് മറ്റൊരു ഷോക്കായിരുന്നു. പോലീസ് വീട്ടിലുണ്ടായിരുന്നു. സോഫിയയുടെ പേഴ്സിൽ നിന്ന് ഫർഹാനയുടെ ID കാർഡ് കിട്ടിയിരുന്നു. സിം വാങ്ങാൻ സോഫിയയ്ക്ക് നൽകിയതായിരുന്നു അത്. പോലീസ് ഫർഹാനയെ ചോദ്യം ചെയ്യുന്നു. ഇതെല്ലാം അറിഞ്ഞ ഫർഹാനയുടെ അച്ഛൻ അവളോട് ദേഷ്യപ്പെടുന്നു. പക്ഷേ കരീം ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം ഫർഹാന ജോലി നിർത്താമെന്ന് തീരുമാനിക്കുമ്പോൾ കരീം പറയുന്നു, ഇപ്പോൾ പെട്ടെന്ന് ജോലി വിട്ടാൽ നിന്നെ ആളുകൾ സംശയിക്കും. നീ അവിടെ പോകണം. കരീമിന്റെ വാക്ക് കേട്ട് ഫർഹാന വീണ്ടും ഓഫീസിലേക്ക് പോകുന്നു. സോഫിയുടെ മരണത്തിന് ശേഷം ഓഫീസിൽ എല്ലാവർക്കും കർശന നിർദ്ദേശങ്ങൾ നൽകുന്നു. സുരക്ഷയ്ക്കായി പെപ്പർ സ്പ്രേ നൽകുന്നു. അപ്പോഴാണ് വീണ്ടും ഡെല്ലന്റെ കോൾ വരുന്നത്. ഇത്തവണ ഫർഹാന വളരെ കർശനമായി സംസാരിക്കുന്നു. ഇനി ഞാൻ നിന്നെ കാണില്ല. ജോലിക്ക് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത്, ബന്ധം സ്ഥാപിക്കാനല്ല. ഇത് കേട്ട ഡെല്ലൻ കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത കുറച്ചു ദിവസങ്ങൾ അവന്റെ കോൾ വരുന്നില്ല. ഒരു ദിവസം നൃത്യ പറയുന്നു, നീ അവനോട് ഇത്ര മോശമായി സംസാരിക്കേണ്ടിയിരുന്നില്ല. അത് കേട്ട് ഫർഹാന ചിന്തിക്കുന്നു, അവൻ വീണ്ടും വിളിച്ചാൽ എല്ലാം തുറന്നു പറയാം. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഡെല്ലന്റെ കോൾ വരുന്നത്. പക്ഷേ ഇത്തവണ അവന്റെ ശബ്ദം മാറിയിരുന്നു. നീ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കണ്ടെത്തില്ലെന്ന് കരുതുന്നുവോ? ഫർഹാന ഞെട്ടിപ്പോകുന്നു. കാരണം അവൻ ആദ്യമായി അവളുടെ യഥാർത്ഥ പേര് വിളിച്ചു, ഫർഹാന. അവൻ അവളുടെ വീട്ടിലേക്കുള്ള വഴി വരെ പറഞ്ഞു. ഞാൻ നിന്നെ പിന്തുടരുന്നുണ്ട്.
ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് നോക്കിക്കോളൂ. ഇത് കേട്ട് ഫർഹാന ഭയന്ന് വീട്ടിലേക്ക് ഓടുന്നു. വീട്ടിലെത്തിയപ്പോൾ ഈഷ എന്ന പേരിൽ വന്ന ഒരു പാഴ്സൽ കരീം തിരികെ അയക്കുന്നതാണ് അവൾ കാണുന്നത്. ഇവിടെ അങ്ങനെ ആരുമില്ല, കരീം ഡെലിവറി ബോയോട് പറയുന്നു. അടുത്ത ദിവസം ഫർഹാന ഡെല്ലനോട് പോലീസിൽ പരാതിപ്പെടുമെന്ന് പറയുന്നു. പക്ഷെ ഡെല്ലൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു, പരാതിപ്പെട്, പക്ഷെ നിന്റെ എല്ലാ കോൾ റെക്കോർഡിങ്ങും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിന്റെ ഭർത്താവിനും കുടുംബത്തിനും അയക്കും. ഇപ്പോൾ ഫർഹാനയ്ക്ക് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആരോ തന്നെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നുന്നു. ഭയന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് കരീമായിരുന്നു. നിനക്കെന്നെ സംശയമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് എന്നെ ജോലി ചെയ്യാൻ അനുവദിച്ചത്? അപ്പോൾ കരീം ആ ബിരിയാണി ടിഫിൻ കാണിക്കുന്നു. അന്ന് നിന്നെ പിന്തുടർന്നത് നിന്നെ സംശയിച്ചിട്ടല്ല, നിനക്ക് അപകടമുണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ്. നീ എന്തു പറഞ്ഞാലും ഇനി മുതൽ നിന്നെ ഓഫീസിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഞാനായിരിക്കും. ഈ വാക്കുകൾ ഫർഹാനയുടെ കണ്ണു നിറയ്ക്കുന്നു. അതേസമയം വിവേക് ഡെലൻ ഫർഹാനയെ ഉപദ്രവിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നു. അവനൊരു പുതിയ സംവിധാനം ഒരുക്കുന്നു. ഡെല്ലന്റെ കോൾ ഇനി ഫർഹാനയിലേക്ക് പോകാതെ മറ്റുള്ളവരിലേക്ക് പോകുന്ന രീതിയിൽ. ഇത് ഡെല്ലനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. അടുത്ത ദിവസം കരീമിനൊപ്പം ഓഫീസിലെത്തുന്ന ഫർഹാനയെ കണ്ട ഡെല്ലൻ കരീമിന് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. ശേഷം കരീമിന്റെ ഫോൺ ഉപയോഗിച്ച് ഫർഹാനയെ വിളിക്കുന്നു. നിന്റെ ഭർത്താവിന് വേണ്ട ശിക്ഷ ഞാൻ കൊടുത്തു, പക്ഷേ കരീം ജീവനോടെ ഉണ്ടെന്നും ആശുപത്രിയിലാണെന്നും പറയുന്നു. ഫർഹാന ഉടനെ ആശുപത്രിയിലേക്ക് പോകുന്നു. കരീമിന്റെ കാലിന് പരിക്കേറ്റിരുന്നു, പക്ഷെ ജീവന് അപകടമില്ല. ഇപ്പോൾ ഫർഹാന ഒരു തീരുമാനമെടുക്കുന്നു. ഇനി ഞാൻ പേടിക്കില്ല, ഡെല്ലനെ നേരിടാൻ അവൾ തീരുമാനിക്കുന്നു. അവന്റെ ഫോൺ വഴി അവൻ ഫോൺ വാങ്ങിയ കട അവൾ കണ്ടെത്തുന്നു. അവിടെ നിന്ന് ഡെല്ലന്റെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ലഭിക്കുന്നു. അതുപയോഗിച്ച് അവന്റെ എല്ലാം മാളിലുണ്ടെന്ന് ഫർഹാന ഉടൻ അവിടെ എത്തുന്നു. ഒരു ഫേക്ക് കോൾ വഴി അവനെ തിരിച്ചറിഞ്ഞ ശേഷം മുഖത്ത് മാസ്ക് ധരിച്ച് അവന്റെ ഫോൺ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. കാരണം അതിനുള്ളിൽ അവരുടെ സംഭാഷണങ്ങളുടെ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഡെല്ലൻ അവളെ തിരിച്ചറിയുന്നു. അവൻ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ഉടൻ തന്നെ ഫർഹാന പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് അവന്റെ കണ്ണിലടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ശേഷം ഒരു ഷോപ്പിൽ പോയി ഫോൺ അൺലോക്ക് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ഒരു ഡേറ്റയും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ അതെല്ലാം മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ ഫർഹാന പൂർണ്ണമായും തകർന്നു പോയിരുന്നു. എല്ലാ റെക്കോർഡുകളും ഞാൻ നിന്റെ ഭർത്താവിനയക്കും. ഡെല്ലിന്റെ വാക്കുകൾ അവളെ രാത്രിയും പകലും ഭയപ്പെടുത്തുന്നു. അവസാനം ഒരു ദിവസം ഫർഹാന നേരെ ഡെല്ലിന്റെ വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. ഞാനിപ്പോൾ നിന്നെ കാണാൻ വരുന്നു, അവൾ പറയുന്നു. ഇത് കേട്ട് ഡെല്ലൻ സന്തോഷിക്കുന്നു. ഫർഹാന വീട്ടിലെത്തിയപ്പോൾ ഡെല്ലൻ പറയുന്നു, നിന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ അതേസമയം അവിടെ കരീമും എത്തുന്നു. ഡെല്ലൻ ഞെട്ടുന്നു. അപ്പോഴാണ് സത്യം പുറത്തു വരുന്നത്. കഴിഞ്ഞ രാത്രി തന്നെ ഫർഹാന എല്ലാം കരീമിനോട് തുറന്നു പറഞ്ഞിരുന്നു. കരീം അവളെ കുറ്റപ്പെടുത്തിയില്ല. പകരം അവളെ സഹായിക്കാൻ ഒരു വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവരാണ് ഈ മുഴുവൻ പ്ലാനും തയ്യാറാക്കിയത്. വിവേക് നൽകിയ റെക്കോർഡിങ്ങുകളും തെളിവായി പോലീസിന് കൈമാറിയിരുന്നു. അങ്ങനെ കരീമിനും പോലീസിനും മുന്നിൽ ഡെല്ലൻ പിടിക്കപ്പെടുന്നു. അവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഫർഹാന പറയുന്ന ഒരു ഡയലോഗ് സിനിമയുടെ ആത്മാവായിരുന്നു. നീ ആരെയും സ്നേഹിക്കുന്നില്ല, നിനക്ക് സ്നേഹമുള്ളത് നിന്റെ തന്നെ സ്വഭാവത്തോടാണ്, നീയൊരു സൈക്കോയാണ്. അങ്ങനെ സിനിമ അവസാനിക്കുന്നു. ഈ കഥ പറയുന്ന ഏറ്റവും വലിയ സന്ദേശം, ഓൺലൈനിൽ പരിചയപ്പെടുന്ന ആളുകളെ അന്ധമായി വിശ്വസിക്കരുത്. അവർ എത്ര നല്ലവരായി തോന്നിയാലും അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.